വാണ്ടർലസ്റ്റിന്റെ ഒരു പുതുപുത്തൻ ഫുഡിങ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും ഓർക്കുന്നുണ്ടെങ്കിൽ എന്താ ഫുഡിങ് സ്പെഷ്യൽ എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഇവിടെ ഫുഡൊന്നും വെച്ചില്ല. അപ്പോൾ ഞങ്ങൾ ഇന്ന് പുറത്ത് പോയിട്ട് ഫുഡ് കഴിക്കാന്ന് വിചാരിക്കുന്നു. ഡെയിലി വീട്ടിലെ ഫുഡ് കഴിച്ച് മടുത്തു. വെറൈറ്റി ഫുഡ് ഞങ്ങൾ രണ്ടുപേരും അവർ രണ്ടുപേരും വേറെ വഴിക്ക് പോയേക്കാണ് എന്തൊക്കെയോ ആവശ്യങ്ങളൊക്കെ കേട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരുന്നപ്പം ചുമ്മാ ഒന്ന് പുറത്ത് പോകാം ഫുഡ് കഴിക്കാന്ന് വിചാരിച്ച്. ബെസ്റ്റ് ആൾക്കാരാണ് ഫുഡ് കഴിക്കാൻ പോകുന്നത്. അവിടെ ചെന്നിട്ട് എന്തൊക്കെ ഫുഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങളാണെങ്കിൽ ഒരുപാട് ഫുഡ് കഴിക്കാത്തവരാണ്. പിന്നെ ഇറച്ചിയോടൊക്കെ എന്നാലും അപ്പൊ എന്തായാലും ഞങ്ങളൊന്ന് പോയി നോക്കട്ടെ. ഇനിയിപ്പം റെസ്റ്റോറൻറ്റ് നല്ല ഒരെണ്ണം കണ്ടുപിടിക്കണം. അതാണ് ഞങ്ങളുടെ ഫസ്റ്റ് ടാസ്ക്. അപ്പോൾ ആദ്യം അതൊന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ്. അപ്പം ഞങ്ങളാണെങ്കിൽ ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ അവിടെ ചെന്നിട്ടാണ് ഞങ്ങളുടെ ബസ് സ്റ്റോപ്പ്. അപ്പം ഞങ്ങൾ അങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇനിയിപ്പോൾ മാസ്ക് വെച്ചില്ലെങ്കിൽ പോലീസിൻ്റെ അടുത്തുനിന്ന് ഫൈൻ കിട്ടും. ഒന്ന് പിടിച്ചേക്ക് മതിയായതാ. അതുകൊണ്ട് മാസ്ക് ഒക്കെ വെച്ചേക്കാം. അല്ലെ പിന്നെയും ചിലപ്പോൾ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് പോലീസ് പിടിച്ചാൽ 100 euro ആണ് ഇവിടെ ഫൈൻ. അവിടെ പോയിട്ട് എന്തോ ആ സ്പെഷ്യൽ കഴിക്കുന്നതെന്നൊക്കെ നിങ്ങളോട് പറയാട്ടോ. അതെ, സ്പെഷ്യൽ കിട്ടിയാൽ മതിയായിരുന്നു. അപ്പൊ ഞങ്ങള് പോവാ. ഓക്കെ, ഇതാട്ടെ ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിൽ ഞങ്ങൾ ഇറങ്ങുമ്പോൾ ഞങ്ങൾ നടക്കുന്ന വഴികൾ. അതെ, ശംബ്രി എന്നുള്ളത് ഇവിടുത്തെ കോമൺ നെയിമാന്ന് തോന്നുന്നത്. നമ്മുടെ ഓണറുടെ പേരും ശംബ്രി, മറിയ ശംബ്രി. നല്ല മീനിങ് ഉണ്ടായിരുന്നു സത്യം. കാരണം ഇവിടുത്തെ എല്ലാം ഒരു വെറൈറ്റി പേരുകളാണ്. ഇന്നത്തെ വ്ളോഗിൽ ഞാനും അശ്വതി ചേച്ചി മാത്രമേ ഉള്ളൂ കേട്ടോ. റോസമ്മ ചേച്ചി, ജീവ ചേച്ചി ഞങ്ങൾ ഒഴിവാക്കി. അവരെ ഞങ്ങൾ ബോറടിക്കരുത്. അത് സത്യം. ഇന്നത്തെ വ്ളോഗ് മൊത്തം ഞങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. ഞങ്ങൾ ഫിസിനെ തെളിഞ്ഞു നിൽക്കും. അപ്പോൾ അവരെ കൂട്ടിയുള്ള വേറെ വ്ളോഗ് ഞാൻ വേറൊരു ദിവസം ഇടാം. ഭയങ്കര തണുത്ത കാലാവസ്ഥയാണ്. റൂമിനകത്ത് ഭയങ്കര തണുപ്പാണ്. കുടയൊന്നും എടുക്കില്ല. കുട പോലും എടുക്കാതെ പോകുന്നു ഞങ്ങൾ. അതെ, നനന്റെ കോഴീനെ പോലെ ക്യാപ്പ് പോലും ഇല്ല. ശരിയാ. അങ്ങനത്തെ ഇതാണ് എന്താ റോഡ്. ഈ സിഗ്നൽ കടന്ന് വേണം ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് കടക്കാനായിട്ട്. അപ്പോൾ ഇവിടെ 2 റോഡ് അപ്പുറത്ത് കടന്നാലും ഞങ്ങൾക്ക് അപ്പുറത്തോട്ട് എത്താൻ പറ്റും. നല്ല കാറ്റ്. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റാണ്, ഒരു രക്ഷയില്ല. പിന്നെ റൂമിനകത്ത് ഇരിക്കാന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറിങ്ങാണ്. അതുകൊണ്ട് ഞങ്ങൾ ചുമ്മാ നോക്കി. അവിടെ ഭയങ്കര തണുപ്പട്ടോ. ഞങ്ങളപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് തപ്പിതാ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ നല്ലൊരു റെസ്റ്റോറൻറ്റൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിപ്പം പോകാൻ പോകുന്നത് ഇവിടെ മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ അപ്പാർട്ട്മെൻറ്റ്. അപ്പം അതിനുള്ളിലൊരു KFC കിട്ടുമെന്ന് ഞങ്ങൾ കേട്ടു. നല്ല KFC ആണെന്നാണ് കേട്ടത്. അപ്പോൾ ആദ്യം അവിടെ പോയി നോക്കാമെന്ന് വിചാരിച്ചാണ്. അപ്പം എയർപോർട്ടിൻ്റെ ഉള്ളിലേക്കാണ് ആദ്യം പോകാൻ പോകുന്നത്. ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഞങ്ങൾ വന്നിറങ്ങിയ സ്ഥലത്താണ്, മാൾട്ട ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ അകത്ത് തന്നെയാണ് ഒരു KFC ഷോപ്പ് ഉണ്ടെന്നിട്ട്. അപ്പോൾ ഞങ്ങൾ അതിനുള്ളിലേക്ക് പോവാണ്. ഇതാണ് എയർപോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് KFC ഷോപ്പിൽ പോയിട്ട് എന്താണ് അവിടെ ഐറ്റം എന്ന് ഞങ്ങളൊന്ന് നോക്കിയിട്ട് വരാം. മാസ്കിലൊക്കെ മാറ്റിയിട്ട് നിൽക്കുക. എയർപോർട്ട് എത്തിയിട്ട് ഞാൻ കൊള്ളാം. ഒരു അടിപൊളി കാറ് കാണിച്ചു തരട്ടെ. എൻ്റെ അകത്ത് ആരും ഇല്ലല്ലോ അല്ലേ?
പൊളി. എന്നാണോ ഇനി അടുത്ത ഫ്ലൈറ്റിന് കയറി നാട്ടിൽ പോകാൻ പറ്റുന്നത്. പൊളി കാർ കേട്ടോ, ഇഷ്ടപ്പെട്ടു. എടുക്കണ്ടേ നമുക്കൊരു കാറൊക്കെ. കുറേ പൈൻമരങ്ങളുണ്ട് കേട്ടോ. ഇവിടുത്തെ എയർപോർട്ട് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ വാട്ടർഫോൾസ്. വലിയ പ്രതീക്ഷയോടെ ആശിച്ച് കയറി വന്നായിരുന്നു ഞങ്ങളുടെ KFC ഷോപ്പിലോട്ട്. എന്ത് ചെയ്യാനാണ്, ലക്കില്ല, അത് അടച്ചിട്ടേക്കുന്നുണ്ടോ. വി ആർ ടെമ്പററിലി ക്ലോസ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം ഞങ്ങൾ എവിടെ പോയാലും ഇങ്ങനെയാണ്. നിങ്ങളൊന്ന് പോപ്പ വില്ലേജിൽ പോയിരുന്നപ്പോൾ അവിടെ ഇങ്ങനെയായിരുന്നു. ഇപ്പം ഞങ്ങൾ KFCയിൽ വന്നപ്പം ഇവിടെ ഇത് തന്നെ അവസ്ഥ. ഇപ്പം ഈ അടുത്ത റെസ്റ്റോറൻറ്റ് തപ്പി ഇനി അടുത്ത സ്ഥലത്തോട്ട് പോകാം. അപ്പോൾ ഞങ്ങൾ അടുത്ത സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എയർപോർട്ടിന് ഒരു റൗണ്ട് വലം വെച്ചാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറേ ബസ്സൊക്കെ നിർത്തിയിട്ടേക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ എയർപോർട്ടിൽ നിന്ന് തന്നെ ബസ് സർവീസ് ഉള്ളതാണ്. അപ്പോൾ നമുക്ക് നാട്ടിൽ പോകുന്നവർക്കും തിരിച്ചു വരുന്നവർക്കും വേറെ സ്ഥലങ്ങളിൽ പോകുന്നവർക്കും ഒക്കെ അത് വലിയൊരു ഉപകാരമാണ്. കാരണം നമുക്ക് ബസ് സർവീസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഏത് സമയത്ത് വേണേലും അവൈലബിൾ ആണ് ഇവിടുത്തെ ബസ്സൊക്കെ. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒന്ന് കാറിൻ്റെ ടയറൊന്ന് കാറ്റടിക്കാൻ വേണ്ടി, അതായത് എയർ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തെത്തിയായിരുന്നു. അപ്പോൾ അവിടെ കണ്ട കാഴ്ചയാണ് ഞങ്ങൾ 3 പ്യാരറ്റിനെ കണ്ടു, പിന്നെ 3 കോഴീനെ കണ്ടു. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഞങ്ങൾ കോഴീനെയൊക്കെ കാണുന്നത്. അപ്പം പ്യാരറ്റൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. പ്യാരറ്റിനെ കാണാൻ അവർ അവിടെ വളർത്തുന്നതാണെന്നാണ് തോന്നുന്നത്. പിന്നെ നിങ്ങളെ കാണിക്കാനുള്ളത് ഇതാണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ നേരത്തെ വീഡിയോയിലൊക്കെ കാണിച്ചായിരുന്നു ഇവിടുത്തെ ട്രാഫിക് സിസ്റ്റവും ബസ്സിൻ്റെ ഓരോ സംഭവങ്ങളൊക്കെ. അപ്പോൾ ഇവിടുത്തെ ഇതാണ് പെട്രോൾ പമ്പ്. അപ്പം നമ്മുടെ നാട്ടിലൊക്കെ പെട്രോൾ പമ്പിൽ തന്നെ ആൾക്കാരുണ്ട് അടിച്ചു തരാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ ഇവിടെ എല്ലാം സെൽഫ് സർവീസാണ്. അപ്പോൾ നമ്മൾ വണ്ടിക്ക് പെട്രോൾ അടിക്കണമെങ്കിൽ പെട്രോൾ പമ്പിൽ വരിക. അപ്പോൾ നമുക്ക് അവിടെ ഒരു ബൂത്ത് വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ എത്രയ്ക്കാണോ അടിക്കുന്നത് അത്രയും യൂറോ എത്രയാണോ അതതിൽ എന്നുവെച്ചാൽ ഒരു മെഷീനാണത്. അപ്പോൾ അതിൽ നമ്മൾ യൂറോ ഇടുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്ന് നമുക്ക് സെൽഫായിട്ട് ആ പമ്പിൽ എഴുതിയിട്ടുണ്ട് ഒരു സംഭവങ്ങൾ. അപ്പോൾ നമ്മൾ മെഷീനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പമ്പ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെടുക്കുക, നമ്മൾ അടിക്കുക. അതാണ് ഇവിടുത്തെ പെട്രോൾ പമ്പിൻ്റെ സിസ്റ്റം. ഞങ്ങളങ്ങനെ അടുത്ത പ്ലേസിലെത്തി. ഇതാണ് കരാവൻ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ്. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് ഞങ്ങൾ ആദ്യം പോയത്. ആരെങ്കിലും ശ്രദ്ധിച്ചായിരുന്നു ഈ വീഡിയോയിൽ?
അപ്പോൾ കരാവനിലെ മെനു പ്ലാനാണിത്. അപ്പോൾ ഇത് നോക്കിയിട്ട് അകത്തോട്ട് കയറാമെന്ന് വെച്ച്, അല്ലെങ്കിൽ പിന്നെ അകത്ത് നിന്നിട്ടൊന്നും വാങ്ങിക്കാതെ ഇങ്ങനെ ഇറങ്ങിപ്പോരുന്നത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇതിൻ്റെ സൈഡിൽ തന്നെ യൂറോ ഒക്കെ എഴുതി ഇട്ടേക്കുന്നത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മതി. അതുകൊണ്ട് നൈസായിട്ട് ഞങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്ഥലത്ത് എന്താണ് കരാവൻ കബാബ് ഗ്രിൽ സലാഡ് പിസ്സ എല്ലാം ഉണ്ട്. പക്ഷെ ഭയങ്കര യൂറോയാ. ഞങ്ങളെല്ലാം കണ്ടിട്ട് യൂറോ എല്ലാം നോക്കിയിട്ട് തിരിച്ചറിയോ. മിക്കവാറും ഇങ്ങനെ പോയി ഞങ്ങൾ വലറ്റയിൽ ചെന്നിട്ട് എന്തെങ്കിലും കഴിക്കത്തുള്ളൂ. മിക്കവാറും മലയാളിക്കടയിൽ പോയി ഞങ്ങൾ എന്തെങ്കിലും കഴിക്കും കേട്ടോ. ഇത് ഞങ്ങളുടെ സെക്കൻഡ് കടയാണ്. ഇനി നെക്സ്റ്റ് ഇനി തേർഡ് കടയിലേക്ക് നമുക്ക് അടുത്ത പോയി നോക്കാം. അടുത്തത് ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മിക്കവാറും ഒന്നും കഴിക്കൂല, വീട്ടിൽ വന്നാലും ഉണ്ടാക്കി. ഞങ്ങൾ സ്ഥിരം ഫുഡ് വാങ്ങിക്കുന്ന കടയെത്തി. പക്ഷേ ഞങ്ങൾ ഇന്ന് ഇവിടെ നല്ല ഫുഡ് വാങ്ങിക്കാൻ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇതുവരെ മലയാളി കടയിലെ ഫുഡ് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്ന് ഒരു ചാൻസ് കിട്ടിയേക്കും. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഇവിടെ ഇതിൻ്റെ ബാക്കിലാണ് മലയാളി കട. അപ്പം നമ്മുടെ മലയാളി ഫുഡ് ഐറ്റം ഇന്ന് ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. അപ്പം ഞങ്ങൾ കറങ്ങി തിരിഞ്ഞ് വാലറ്റയിൽ എത്തിയേക്കുന്നത്. അപ്പോൾ വാലറ്റയിൽ ഇവിടെ ഒരു മലയാളി കടയുണ്ട്. അപ്പോൾ ഞങ്ങൾ മലയാളി കടയിൽ കയറി ഫുഡ് അടിക്കാൻ പോവാം. ഇതാണ് കേട്ടോ മലയാളി കടയുടെ പേര്, താജ്മഹൽ. അപ്പോൾ ഇതാണ് ഇവിടെ മെനു എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം പഴംപൊരി, പരിപ്പ് വട, ഉഴുന്നുവട, സുഗിയൻ, ബോണ്ട, സമൂസ, കട്ട്ലറ്റ്, ദോശ, എന്ത് ഐറ്റം വേണമെങ്കിലും കിട്ടും. അപ്പം ഞങ്ങൾ എന്തായാലും ഇവിടുന്ന് ഫുഡ് വാങ്ങിക്കാൻ പോവാണ്. അപ്പോൾ എന്ത് വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ്. അപ്പം ഞങ്ങൾ കപ്പ വാങ്ങിക്കാമെന്ന് വെച്ച്. കപ്പയും മീൻകറിയും, കുറേ നാളായി കപ്പയും മീൻകറിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ കപ്പയും മീൻകറിയും ഞങ്ങൾ ഓർഡർ ചെയ്തു, പാഴ്സൽ വാങ്ങാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കഴിക്കാനായിട്ട് ഞങ്ങൾ നല്ല ചൂട് ചായയും പിന്നെ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഐറ്റം ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങളിത് ഈ കാണുന്ന സമൂസ വാങ്ങിക്കാമെന്ന് വെച്ചാൽ മീറ്റ് സമൂസ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ മലയാളിക്കടയിൽ വന്നിട്ട് ചായ
കാണുന്നില്ല. ചൂട് ചായ പിന്നെ പപ്സ് ആണോ വയ്യ. താഴെ പോയി ചേച്ചി എന്നെ ഒന്നും പറയരുത്. കുളമാക്കും. എടുത്തോ. ഓക്കെ മീറ്റ് പപ്സ്. ഓക്കെ പിന്നെ നീ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്. എൻ്റെ ചായക്കകത്ത് പപ്സിൻ്റെ ഇത് വീണത്. ഇനി വേറൊരു ഐറ്റം ഞങ്ങളെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം. അത് കാണിക്കുന്നില്ല എൻ്റെ ഉള്ളിൽ കാണാം. ഓക്കെ എന്താ ഇത് കപ്പയും കപ്പയും മീൻകറിയും കേട്ടോ. ഞങ്ങൾ കുറെ നാളായി കപ്പയും മീൻകറിയായിട്ട് കഴിച്ചിട്ട്. കണ്ടപ്പോഴത്തേക്കും ഞങ്ങൾ പിന്നെ കപ്പയും ഒത്തിരി ഉണ്ടായിരുന്നു. അവിടെ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു. പിന്നെ എന്തായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, ബീഫ് ഉണ്ടായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നു. ഞങ്ങളിപ്പോൾ ഒരു വെറൈറ്റി പിടിച്ചാ കപ്പയും മീൻകറി വാങ്ങിച്ച്. അപ്പോൾ ഞങ്ങളിത് വീട്ടിൽ പോയിട്ടാണ് കഴിക്കത്തുള്ളൂ. ഞങ്ങൾ തൽക്കാലം ചൂട് ചായ. ഞങ്ങളുടെ 2 കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. അവരുമായിട്ട് എല്ലാവരും കൂടിയായിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ചേച്ചി വരുന്നില്ലേ? ഞാനും. അപ്പോൾ ഇന്ന് ഞങ്ങൾ കുറേ കടയൊക്കെ അന്വേഷിച്ച് നടന്ന് അവസാനം മലയാളക്കടയിൽ വന്ന് ഞങ്ങളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്ത വേറെ എന്തെങ്കിലും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അപ്പോൾ അതുവരെ ബൈ. കയ്യില്ല, ബിസി ആയിപ്പോയി കേട്ടോ. ഇത് എടുക്കുന്നതിൽ ബിസി. ഞാൻ ചേച്ചിക്കൂടെ ചേർത്ത് ബൈ പറഞ്ഞിരിക്കുന്നത്.